വാർത്തകളിലേക്ക് നീങ്ങുകയാണ്. ഇന്നൊരു ക്ഷേത്രത്തിലെ വിശേഷത്തിലേക്കാണ് ഇനി പോകുന്നത്. തൃശ്ശൂർ കല്ലേറ്റുങ്കര ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ആനയെ നടക്കിരുത്തുന്ന കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇരിഞ്ഞാടപ്പള്ളി രാമനെയാണ് നടയിരുത്തുന്നത്. ലക്ഷണമൊത്ത കൊമ്പനായ രാമൻ ജീവനുള്ള ആനയല്ല, റോബോട്ടിക്കാണ്. കാണാം. പത്തര ഉയരം, 800 കിലോ ഭാരം, 4 ആളെ പുറത്തേറ്റു, നിലം മുട്ടുന്ന തുമ്പിക്കൈ, വളഞ്ഞ കൊമ്പുകൾ, ചെവിയാട്ടി തലപ്പൊക്കം കാട്ടിയുള്ള നിൽപ്പ്. എന്നാൽ ഏതു കുട്ടിക്കും പാപ്പാനില്ലാത്തപ്പോഴും അടുത്തു ചെല്ലാം. പിണ്ടമിട്ടോ മൂത്രമൊഴിച്ചോ ഒരിടവും വൃത്തികേടാക്കില്ല. ഒരു കൂട്ടം ഭക്തരുടെ സംഭാവനയാണ് ഈ കൊമ്പൻ. ഇടയ്ക്കിടെ ഇടയില്ല. എഴുന്നള്ളിപ്പിന് അനുമതി വേണ്ട, മറ്റു നടപടിക്രമങ്ങളൊന്നും വേണ്ട. റോബോട്ടിക് കൊമ്പൻ ഭക്തിക്കോ ആചാരങ്ങൾക്കോ തടസ്സമാകില്ലെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ അഭിപ്രായം. കേരളത്തിലെ ഏറ്റവും പൊക്കമുള്ള ആന 10 അടിയിൽ താഴെയാണ്. ഇതിന് ഏകദേശം 11 അടിയോളം ഉയരവും ഉണ്ട്. 4 ആള് കയറി എഴുന്നള്ളിപ്പ് നടത്താനുള്ള സംവിധാനവും നീക്കി കൊണ്ടുപോകാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഏറ്റവും സേഫായതും ലാഭകരമായിട്ടുള്ളതും ഈ ആനയാണ്. അതുകൊണ്ടാണ് ഈ പദ്ധതിയിലേക്ക് മാറാൻ കാരണം. 5 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. വൈദ്യുതിയിലാണ് തലയും കണ്ണുകളും വായയും ചെവിയും വാലുമെല്ലാം പ്രവർത്തിക്കുന്നത്. ഇരുമ്പു കൊണ്ടുള്ള ചട്ടക്കൂടിന് പുറത്ത് റബ്ബർ ഉപയോഗിച്ചാണ് നിർമ്മാണം. 5 മോട്ടോറുകളാണ് റോബോട്ട് ആനയെ ചലിപ്പിക്കുന്നത്. തുമ്പിക്കൈ ഒഴികെ മറ്റുള്ളവയെല്ലാം മോട്ടോറിലാണ്. തുമ്പിക്കൈ പാപ്പാന് നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലാണ്. സ്വിച്ചിട്ടാൽ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം ചീറ്റും. ദുബായ് ഉത്സവത്തിന് റോബോട്ടിക് ഗജവീരന്മാരെ ഒരുക്കിയ ചാലക്കുടി പോട്ടയിലെ ഫോർഹി ആർട്സിലെ ശില്പികളായ പ്രശാന്ത്, ജിനേഷ്, റോബിൻ, സാൻഡോ എന്നിവരാണ് റോബോട്ടിന്റെ ശില്പികൾ. ന്യൂസ് 18 തൃശൂർ. അർത്തുങ്കൽ പഴയ ദേവാലയത്തിനുള്ളിലാണ് ഉള്ളത്. ഇനിയും അപൂർവമായ ചില കാഴ്ചകൾ കാണേണ്ടതുണ്ട്. അത് കാണാം. അതിനു മുമ്പ് നമുക്കൊരു രസമുള്ളൊരു യാത്രയുടെ വാർത്ത കണ്ടുവരാം. പച്ച പുതച്ച തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള വാഹനയാത്ര ഏറെ ആസ്വാദികരമാണ്. ഇത്തരത്തിലൊരു യാത്രയാണ് ഇടുക്കിയിലെ ഏലപ്പാറയിൽ നിന്ന് ചെമ്മണ്ണ് കൊച്ചു കരിന്തിരി വഴിയുള്ള റോഡ് യാത്ര സമ്മാനിക്കുന്നത്. വാഹനയാത്ര ആസ്വദിക്കുന്ന ഒട്ടേറെ സഞ്ചാരികളാണ് ഈ വഴി തിരഞ്ഞെടുക്കുന്നത്. മലകളും കുന്നിൻ ചെരുവുകളും നിറഞ്ഞ റോഡ്, ഇരുവശങ്ങളും തേയിലക്കുന്നുകളും താഴ്വാരങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശം. ഇടുക്കിയുടെ ആകെയുള്ള ഭൂപ്രകൃതി ഇതാണെങ്കിലും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഇടങ്ങൾ വേറെയുമുണ്ട് ഇടുക്കിയിൽ. ഇത്തരത്തിൽ സഞ്ചാരികൾക്ക് റോഡ് യാത്രയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണ് ഏലപ്പാറയിൽ നിന്നും ചെമ്മണ്ണ് കൊച്ചുകരിന്തിരി വഴിയുള്ള റോഡ് യാത്ര. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഒരിക്കൽ ഇതുവഴി കടന്നു പോകുന്നവർ വീണ്ടും സഞ്ചാരത്തിനായി തെരഞ്ഞെടുക്കുന്ന വഴി. കേരളത്തിന് പുറത്തു നിന്നുൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് അവധി ദിനങ്ങളിൽ ഇതുവഴി കടന്നു പോകുന്നത്. സീനറി എല്ലാം സൂപ്പറാ இருக்கு. There's a stream running. So அதோட இந்த landscape and sunset ஓட it's very nice. The road is right next to the ridge. Maximum full of natural views and road എല്ലാം clean ആണ്. Climate is okay but then really enjoy the moment. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ റോഡിലൂടെയുള്ള യാത്ര ഇടം പിടിച്ചു കഴിഞ്ഞു. ഇത് കണ്ടും നിരവധി ആളുകൾ ഇതുവഴി എത്തുന്നുണ്ട്. ഫോട്ടോ എടുക്കുവാൻ പറ്റിയ നിരവധി ഇടങ്ങൾ ഇതുവഴിയുള്ളതിനാൽ സമയം ചെലവിടുന്നവരും ഏറെയാണ്. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാത കൂടിയാണിത്. അടുത്തിടെ റോഡ് ആധുനിക നിലവാരത്തിൽ ഉയർത്തിയ ശേഷമാണ് ആളുകൾ കൂടുതലായി ഇതുവഴി എത്തിത്തുടങ്ങിയതും. ന്യൂസ് 18 ഇടുക്കി.